നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് ശേഷം 10th ലെവൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന തസ്തിക. ഇക്കഴിഞ്ഞ ഡിസംബർ 9 PSC യോഗ തീരുമാനങ്ങളിൽ ഈ മാസം ഇതിന് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യത്തിൽ PSC ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതോട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ മറ്റു നിങ്ങൾക്ക് അതേ സമയത്തിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ തസ്തിക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 10th ലെവൽ തസ്തികയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ 9 PSC മീറ്റിംഗിൽ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം ജില്ലാടിസ്ഥാനത്തിൽ PSC ഈ മാസം പ്രസിദ്ധീകരിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിന്റെ കൂട്ടത്തിൽ ഇത് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി PSC പറഞ്ഞു കഴിഞ്ഞു. അതിൽ 8ാമതായിക്കൊണ്ട് പറയുന്നുണ്ട് വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതായത് സപ്ലൈകോ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, ആ സപ്ലൈകോയോട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ തസ്തികയാണ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിൽസ്മാൻ എന്ന് കേൾക്കുമ്പോൾ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ലേ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. സെയിൽസ്മാൻ സെയിൽസ് വുമൺ രണ്ടും കൂടി ചേർന്നാണ് സെയിൽസ്മാൻ എന്നുള്ള ഒരു പേരിലാണ് ഇത് അറിയപ്പെടാറ്. അപ്പോൾ ഇതിന്റെ അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ASM എന്ന് പറയുന്ന ഇൻഷോർട്ടിൽ ചുരുക്കി പറയാറുണ്ട്. ഇതിന് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2020 15/9/2020 ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 105/2020 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ ആയിരുന്നു. അന്ന് ഈ പറയുന്ന 14 ജില്ലകളിലോട്ടും അപേക്ഷിക്കാനാണ്, അതായത് 14 ജില്ലകളിലോട്ടുള്ള ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള തസ്തികയായിരുന്നു. അതായത് നമ്മുടെ LDC പരീക്ഷ ഇപ്പൊ കഴിഞ്ഞു. LDC പരീക്ഷയ്ക്ക് ശേഷം വീണ്ടും ജില്ലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഏറെക്കുറെ ജില്ലാടിസ്ഥാനത്തിൽ അപേക്ഷിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത്രയും വാക്കൻസീസ് കൂടും, മാത്രമല്ല സ്വന്തം ജില്ലയിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടും അല്ലേ. അപ്പൊ അത്തരത്തിൽ LDC ഒക്കെ പോലെ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സപ്ലൈകോയിലാണ് വരുന്നത്. സപ്ലൈകോയുടെ മാവേലി സ്റ്റോർ എന്നൊക്കെ പല ആൾക്കാരും മാവേലി സ്റ്റോറിലാണ് ജോലി കിട്ടുന്നത് ചിന്തിക്കാറുണ്ട്. സപ്ലൈകോയുടെ വിവിധ സ്ഥാപനങ്ങൾ, അത് മാവേലി സ്റ്റോർ ആവാം, അവരുടെ മെഡിക്കൽ ഷോപ്പുകളാവാം, സൂപ്പർ മാർക്കറ്റ് ആവാം, അവരുടെ ഡിപ്പോകളിലാവാം. അത് ഇതിന്റെ ഒരു ജോലിയുടെ നേച്ചർ എന്താണ്, അതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എന്തായാലും സപ്ലൈകോയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു തസ്തികയാണ് ഇതെന്ന് മനസ്സിലാക്കാം. ജില്ലാടിസ്ഥാനത്തിലാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 14 ജില്ലയിലും ഇതിന് അവസരമുണ്ട്. അപ്പൊ 2020 ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം എലിജിബിലിറ്റി എന്ന് പറയുന്നത് SSLC പാസ് അല്ലെങ്കിൽ ഇക്വലന്റ് എന്നുള്ളതായിരുന്നു. 10ാം ക്ലാസ് യോഗ്യത എന്നുള്ളതാണ് അതിന്റെ അന്നത്തെയും അതുപോലെ തന്നെ ഇപ്പോഴും ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ മറ്റുള്ള പരീക്ഷകളെ പോലെ തന്നെ 18 തൊട്ട് 36 വയസ്സ് വരെ, OBCക്ക് 3 വയസ്സ് എക്സ്ട്രാ, SC ST 5 വയസ്സ് എക്സ്ട്രാ, അത്തരത്തിൽ നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ഇതിനും ബാധകമാണ്. ഇനി ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2020 ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിന്റെ പരീക്ഷ നടന്നത് 2021 2021 പരീക്ഷ നടന്നത് 12/12/2021 പരീക്ഷ നടന്നത്. ആ മെയിൻ എക്സാമിനേഷന് ശേഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് 2023 പ്രസിദ്ധീകരിച്ചത്. 2023 വിവിധ മാസങ്ങളിലായിക്കൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. 2023 ഏപ്രിലിൽ റാങ്ക് ലിസ്റ്റ് വന്ന ജില്ലകളുണ്ട്. മെയ് മാസത്തിലാണ് ഭൂരിഭാഗം ജില്ലകളിലോട്ട് റാങ്ക് ലിസ്റ്റ് വന്നത്. പിന്നെ ജൂൺ മാസം, ഇങ്ങനെ ഏപ്രിൽ മെയ് ജൂൺ ഇങ്ങനെ 3 മാസങ്ങളിലായിക്കൊണ്ടാണ് വിവിധ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അതായത് 2023 ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അതായത് 2026 ഏപ്രിൽ തൊട്ട് വിവിധ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ വർഷം അവസാനം ഡിസംബർ 30 ഇതിന് നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ആദ്യം അതിന്റെ പ്രിലിംസിന് പരീക്ഷ ഉണ്ടാവും അല്ലെ. നേരത്തെ പറഞ്ഞ 3 വർഷമാണ് കാലാവധി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ 3 വർഷം കഴിയുന്നത് 2026 ഈ 2026 ഏപ്രിലിന് മുമ്പ് ഇതിന്റെ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ പ്രിലിംസ് 2025 നടക്കണം. അപ്പൊ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 25 പ്രിലിംസ് നടക്കുന്നു. അതിനുശേഷം ഒന്നെങ്കിൽ 25 അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ 26 തുടക്കത്തിലോ ഇതിന്റെ മെയിൻസിന്റെ പരീക്ഷ നടക്കുന്നതായിരിക്കും. മെയിൻസിന് ശേഷമാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ പ്രിലിംസും മെയിൻസും ഉള്ള പരീക്ഷയാണോ? യെസ്, പ്രിലിംസും മെയിൻസും ഉള്ള പരീക്ഷയാണ്. 2025 ഇപ്പൊ നമ്മൾ ഈ വർഷം സെക്രട്ടേറിയറ്റ് OAക്കും ലാബ് അസിസ്റ്റന്റിനും ഒക്കെ എല്ലാം കൂടി ചേർന്നൊരു 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതുന്നില്ലേ? അതേപോലെ 2025 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള ഒരു തസ്തികയായിരിക്കും അസിസ്റ്റന്റ്
സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ നല്ലൊരു തസ്തികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സെക്രട്ടേറിയറ്റ് OA എന്നൊക്കെ പറയുമ്പോൾ ചില ലിമിറ്റഡ്, അതായത് സെക്രട്ടേറിയറ്റിലോട്ടും AG's ഓഫീസിലോട്ടും PSC ഓഫീസ് അങ്ങനെ 2-3 ഓഫീസിലോട്ട് മാത്രമുള്ള ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലല്ല, ഇതങ്ങനെയല്ല, ജില്ലാ അടിസ്ഥാനത്തിലാണ്. ഓരോ ജില്ലയിലും വേക്കൻസികൾ ഉണ്ടാവും. 3 വർഷം ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് OAക്ക് ശേഷം എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ഡിസംബർ 30 നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സെക്രട്ടേറിയറ്റ് OAയിൽ തന്നെ എല്ലാവരും വിജയിച്ച് ജോലിയിൽ നേടാൻ പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നിരുന്നാലും പോലും നമ്മൾ ആ ഒരു അവസാന നിമിഷം വരെ, അതായത് റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരുന്നത് വരെ നമ്മൾ പഠനം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം. അതുകൊണ്ട് അടുത്തൊരു ടാർഗറ്റ് ആയിട്ട് ASM പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഇനി ഈ വർഷം പുതുതായിട്ട് പഠനം ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് 10th പ്രിലിംസ് എഴുതാനും പിന്നെ മെയിൻസ് എഴുതാനും. അതൊരു തുടക്കമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ASM എന്നുള്ള നല്ലൊരു തസ്തികയാണ്. നിങ്ങൾ ഈ തവണത്തെ ASM വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ചലഞ്ചർ ആപ്പിൽ ഡിസംബർ മാസം 15-ാം തീയതി പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ASMന്റെ പ്രിലിംസ് 2025 പ്രിലിംസ്, അതുപോലെ തന്നെയാണ് അതിന്റെ മെയിൻസ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ബാച്ചാണ്. ആദ്യം പ്രിലിംസിന്റെ കോച്ചിങ് ആയിരിക്കും നൽകുന്നത്, അതിനുശേഷമായിരിക്കും മെയിൻസിന്റെ കോച്ചിങ് നൽകുന്നത്. നിങ്ങൾ 2025 നടക്കാൻ പോകുന്ന 10th ലെവൽ ഏതൊക്കെ തസ്തികൾക്ക് അപേക്ഷിക്കുന്നുണ്ടോ, ASMന് പുറമെ മറ്റേതൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടോ, അതിനെല്ലാത്തിനും ആദ്യം പ്രിലിംസ് ഉണ്ടാവും. ആ പ്രിലിംസിന് എല്ലാത്തിനും ഈ പറഞ്ഞ 10th പ്രിലിംസിന്റെ കോമൺ സിലബസ് ആണ്. അപ്പോൾ ആ സിലബസ് പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പിന്നെ മെയിൻസ് എഴുതാൻ. പ്രിലിംസ് പാസ്സായുള്ളത് മാത്രമാണ് മെയിൻസ് എഴുതുന്നത്. അപ്പോൾ ആദ്യം പ്രിലിംസ് ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഞാൻ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. താഴെ കമന്റ് ബോക്സിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുക. ഡിസംബർ 15-നാണ് ബാച്ച് ആരംഭിക്കുന്നത്. LDC പരീക്ഷയ്ക്ക് ശേഷമുള്ള ജില്ലാടിസ്ഥാനത്തിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.